വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസ് ആണ്. 6ാമത്തെ ചാപ്റ്ററാണ്. ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ SCERT ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി SCERT പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ടും അതുപോലെ റിവിഷൻ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞു. 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ നോക്കിയൊരു കളി നൽകിയിട്ടുണ്ട് അല്ലേ? കുട്ടികൾ കളിക്കുന്ന കുറച്ച് കളികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കളികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. കളിക്കുമ്പോൾ നാം വിവിധ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അല്ലേ? പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ ഊർജ്ജം പറയുന്നത് ഒരു ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ. പ്രവൃത്തി, ഊർജ്ജം, അതുപോലെ തന്നെ പവർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ ഫിസിക്സിൽ നമ്മൾ ഓൾ പ്രോബ്ലംസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിത്ത് ഓൾ പ്രോബ്ലംസ്, എല്ലാ പ്രോബ്ലംസും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 പാർട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണാം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ആ ക്ലാസ്സുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാവും. കുറച്ചുകൂടി 10th മെയിൻസ്, ഡിഗ്രി പ്രിലിംസിനൊക്കെ ക്ലാസ്സുകൾ പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് എന്ന് പറയുന്നത് ഊർജ്ജം എന്ന് പറയുന്നത് അല്ലേ? അതായത് എന്താണ്? പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. ഊർജ്ജത്തെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. ഊർജ്ജം നമുക്ക് കാണാനായിട്ട് കഴിയില്ല അല്ലേ? അപ്പം നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രകടമാകുന്നത്. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ് അല്ലേ? നമ്മുടെ വീട്ടിൽ ഈ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? പാചകം ചെയ്യുവാനായിട്ട് അല്ലേ? ബൾബ് പ്രകാശിക്കുവാനായിട്ട്, അതുപോലെ തന്നെ ഫാൻ കറങ്ങുന്നതിനായിട്ടൊക്കെ എന്താണ്? പല ഊർജ്ജങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പാചകം ചെയ്യുവാനുള്ള ഊർജ്ജം എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? എവിടെ നിന്നാണ് പാചകം ചെയ്യുവാനുള്ള ഊർജ്ജം ലഭിക്കുന്നത്? അപ്പോൾ പാചകം ചെയ്യാനുള്ള ഊർജ്ജം എവിടെ നിന്നൊക്കെ ലഭിക്കുക? എവിടെ നിന്നാണ്? വിറകടുപ്പിൽ നിന്ന്. അതുപോലെ തന്നെ എന്താണ്? മണ്ണെണ്ണ അടുപ്പുണ്ട്, ഗ്യാസ് അടുപ്പുണ്ട്, അതുപോലെ തന്നെ ചാണകവരളി, അറക്കപ്പൊടി അടുപ്പ്, വൈദ്യുതി അടുപ്പ്, സൗരോർജ്ജം, നീരാവി ഉപയോഗപ്പെടുത്തിയുള്ള പാചകമൊക്കെ എന്താണ്? പാചകം ചെയ്യുവാനുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ? ഇനി എന്താണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്? ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഫ്യൂവൽസ് എന്ന് വെച്ചാൽ എന്താണ്? നോക്കിയൊക്കെ. വിറകടുപ്പ് നൽകിയിട്ടുണ്ട്, മണ്ണെണ്ണ അടുപ്പ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് നൽകിയിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ തരം അടുപ്പുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അടുപ്പുകളൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതെല്ലാം തരമാണുള്ളത്? ആഹാരം പാകം ചെയ്യുന്നതിനാണ് നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നത്. അടുപ്പ് ഉപയോഗിക്കുന്നതിനാണ്? ആഹാരം പാകം ചെയ്യുന്നതിനാണ് അല്ലേ? ചൂടിൽ നിന്നും ഊർജ്ജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത്. അപ്പോൾ ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് എങ്ങനെയാണ്? ചൂടിൽ നിന്നുള്ള ഊർജ്ജം ലഭിക്കുമ്പോഴാണ്. ചൂടിൽ നിന്നുള്ള ഊർജ്ജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത്. ചിത്രത്തിൽ കണ്ട അടുപ്പുകളിലെ താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ വിറകടുപ്പാണെന്നുണ്ടെങ്കിൽ വിറകായിരിക്കും, ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ എന്താ? ഫ്യൂവലാണല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണെന്ന് പറയുന്നത് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. കത്തുമ്പോൾ അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണല്ലേ ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? എക്സോതെർമിക് എന്ന് വെച്ചാൽ എന്താണ്? ചൂട് പുറത്ത് വിടുക അല്ലേ? ചൂട് പുറത്തേക്ക് പോകുക. അപ്പോൾ കത്തുമ്പോൾ താപം പുറത്ത് വിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഓരോ അടുപ്പിലും ഓരോന്നാണ് ഉപയോഗിക്കുന്നത്. വിറക് ഉപയോഗിക്കുന്നുണ്ട്, മണ്ണെണ്ണ അടുപ്പിലാണെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ LPG നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. LPG എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണയായിട്ട് ഗ്യാസിന് ഉപയോഗിക്കുന്ന ആ ഒരു ഇന്ധനം എന്ന് പറയുന്നതാണ് LPG ആണ്. അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ, കൽക്കരി ഒക്കെ എന്താണ്? ഇന്ധനങ്ങളാണ്. അപ്പോൾ വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കത്താൻ സഹായിക്കുന്നത് എന്ത്? അടുപ്പിൽ വിറക് എപ്പോഴും നന്നായിട്ട് കത്താറുണ്ടോ? വിറകടുപ്പ് നന്നായി കത്താൻ എന്താണ് ചെയ്യേണ്ടത്? കുഴൽ ഉപയോഗിച്ച് ഊതുന്നുണ്ടല്ലേ? അതായത് കുറച്ചും കൂടി വായു സഞ്ചാരം ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുഴൽ ഉപയോഗിച്ചിട്ട് ഊതുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ആ വായു സഞ്ചാരം അവിടെ സുഗമമാക്കണം, അതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അതുപോലെ തന്നെ വിറക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുള്ളൂ? അടുപ്പ് നന്നായിട്ട് കത്തുള്ളൂ അല്ലേ? എല്ലാ ദിവസവും അടുപ്പ് വൃത്തിയാക്കണം, മാസത്തിലൊരിക്കൽ ചിമ്മിനി വൃത്തിയാക്കണം, പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ്? നമ്മൾ പറഞ്ഞില്ലേ? വിറക് കത്താൻ ഓക്സിജൻ ആവശ്യമാണ്. വിറക് കത്താൻ എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ഓക്സിജൻ ഇല്ലാന്നുണ്ടെങ്കിൽ കത്തില്ല അല്ലേ? അടുപ്പിലേക്ക് കുഴൽ ഉപയോഗിച്ച് ഊതി കൊടുക്കുമ്പോൾ അവിടെ ഓക്സിജൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പ് ശരിയായ രീതിയിൽ കത്തുകയും ചെയ്യണം.
അപ്പോൾ കത്താൻ വായു ആവശ്യമുണ്ടോ എന്ന് പറയുന്ന ഒരു പരീക്ഷണം നൽകിയിട്ടുണ്ട് അല്ലേ. ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ച് വെക്കുക അല്ലേ. രണ്ടും കത്തിച്ച് വെക്കുന്നുണ്ട്. ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക, എന്നിട്ട് 2 മെഴുകുതിരി നിരീക്ഷിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഗ്ലാസ് കൊണ്ട് മൂടിയ അടുത്ത മെഴുകുതിരി അണഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണെന്ന് മനസ്സിലായില്ലേ. അതായത് മെഴുകുതിരി ജ്വാല ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ വായു സഞ്ചാരം തടസ്സപ്പെടണം, അവിടെ വായു ലഭിക്കുന്നില്ല. അപ്പം മെഴുകുതിരി കത്താൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? മെഴുകുതിരി അണഞ്ഞു. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലായി? മെഴുകുതിരി അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കുന്നതിനായിട്ട് എന്താ ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്, വായു ആവശ്യമാണ്. ഇനി അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അടുപ്പിൻ്റെ ചിത്രം 6.5 നിരീക്ഷിച്ചല്ലോ. കത്തുമ്പോൾ ഉണ്ടാക്കുന്ന താപോർജ്ജം മുഴുവൻ ഉപയോഗപ്പെടുത്താനാകുന്നുണ്ടോ? നോക്കി ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, ഈ താപോർജ്ജം മൊത്തം ഈ കത്തുമ്പോൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഈ താപനഷ്ടം കുറയ്ക്കുവാനായിട്ട് എന്തെല്ലാം ചെയ്യുവാനായിട്ട് പറ്റും? പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം. പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ താപം മൊത്തം അതിന് ലഭിക്കും അല്ലേ. നമ്മൾ എന്താണ് വെക്കുന്നത് അതിന് നന്നായിട്ട് ലഭിക്കും. പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം. അതുപോലെ തന്നെ പാഴായി പോകുന്ന ഊർജ്ജം ഉപയോഗപ്പെടുത്തുവാൻ എന്തെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടായിരിക്കണം. നല്ല വായു സഞ്ചാരം ഉണ്ടാകണം അല്ലേ. വിറക് ഇങ്ങനെ കുത്തി നിറയ്ക്കാനായിട്ട് പാടില്ല അല്ലേ. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെക്കണം. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ചൂട് മുഴുവൻ പാത്രത്തിന് ലഭിക്കണം അല്ലേ. പാചകം എളുപ്പമാക്കാനും ഇന്ന് ലഭിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാകുന്ന ചൂട് മുഴുവൻ എന്തിന് ലഭിക്കണം? ഈ പാത്രത്തിനായിരിക്കണം ലഭിക്കേണ്ടത്. ഇനി ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. വലിയ വാഹനങ്ങളിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ഡീസലാണ് ഉപയോഗിക്കുന്നത്. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ. എന്നാൽ കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിലാണെങ്കിൽ പെട്രോളും ഡീസലും ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ഫാക്ടറികളിലോ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ എന്താണ്? ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രമില്ലാന്നുണ്ടെങ്കിൽ വലിയ വാഹനങ്ങളിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡീസലാണ്. ചെറിയ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്രോളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫാക്ടറികളാണെങ്കിലോ കൽക്കരി, ഗ്യാസ്, നാഫ്ത എന്നിവയാണ് ഉപയോഗിക്കുന്നത്. വിമാനങ്ങളിലാണെങ്കിൽ ജെറ്റ് ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്. മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്? ഇന്ധനങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? പാചകത്തിന് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞില്ലേ. പാചകത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വാഹനങ്ങൾ ഓടിക്കുവാനായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, വാഹനങ്ങൾ ഓടിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള വ്യവസായശാലകളിൽ ഈ കൽക്കരിയും പ്രകൃതിവാതക നാഫ്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? വ്യത്യസ്ത യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുതി ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ. കൽക്കരി, എണ്ണ, വൈദ്യുതി, പ്രകൃതിവാതക എന്നിവയൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് വൈദ്യുതി നിലയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദനത്തിനും ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ. ട്രാക്ടറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങിയ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളിലൊക്കെ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൃഷി ആവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. കൃഷി, വൈദ്യുതി, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ വാഹനങ്ങൾ ഓടിക്കുന്നതിനായിട്ടും പാചകത്തിനായിട്ടൊക്കെ എന്താ ഉപയോഗിക്കുന്നുണ്ട്? ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഉറവിടം എന്ത്? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പെട്രോളും ഡീസലൊക്കെ ഉണ്ടാകുന്നത് ക്രൂഡ് ഓയിൽ വേർതിരിച്ചിട്ടില്ലേ, അംശീക സേവനം വഴിയാണ് അല്ലേ. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ടാണ് ഇവ ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് അറിയാമോ? നോക്കാം നമുക്ക്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ജൈവ അവശിഷ്ടങ്ങളിലെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിൽ നിന്നുണ്ടായ ജൈവ വസ്തുക്കളിൽ നിന്നാണ് ഈ കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നീ ഫ്യൂവൽസിലെ ഇന്ധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് പെട്രോൾ, ഡീസൽ എന്ന് പറയുന്നില്ലേ. മണ്ണെണ്ണ എന്നിവയൊക്കെ പാചകത്തിന് ഉപയോഗിക്കുന്നതാണ് LPG ആണ്. ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പെട്രോള്, മണ്ണെണ്ണ, അതുപോലെ തന്നെ എന്താണ് LPG എന്നൊക്കെ എന്താണ് ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്.
അപ്പോൾ നമുക്ക് ഇവിടെ എണ്ണക്കിണർ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ എണ്ണ ശുദ്ധീകരണശാല നൽകിയിട്ടുണ്ട്, പെട്രോൾ പമ്പ് നൽകിയിട്ടുണ്ട് അല്ലേ, പെട്രോൾ പമ്പ് നൽകിയിട്ടുണ്ട്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാക്കുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കുവാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കുവാനും കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് അല്ലേ, തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാൻ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കുന്നതിനായിട്ടും കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൽക്കരി ഉപയോഗിക്കുന്നത് എവിടെയാണ്? താപവൈദ്യുത നിലയങ്ങളിലാണ് ഇപ്പോൾ കൽക്കരി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡീസൽ, വൈദ്യുതിയൊക്കെ വരുന്നതിന് മുമ്പ് വ്യവസായശാലകളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കപ്പലും തീവണ്ടിയൊക്കെ ഓടിപ്പിക്കുന്നതിനായിട്ടും കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടും കൽക്കരി ഉപയോഗിക്കുന്നത് എവിടെയാണ്? താപവൈദ്യുത നിലയങ്ങളിലാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ എന്താണ് പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? ഇതിനെയാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അല്ലേ, പണ്ടുണ്ടായിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ രൂപപ്പെട്ടത്. അപ്പോൾ എന്താണ് ഇവ ഉപയോഗിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? തീർന്നുകൊണ്ടേയിരിക്കും അല്ലേ, ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടേയിരിക്കും. അതിനാൽ എന്ന് വിളിക്കാം ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് വിളിക്കാം. പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? ജീവികളുടെ അല്ലേ, പണ്ട് കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതോറും ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കാരണം ഇതിനെ എന്ത് വിളിക്കാം? പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് നൽകിയിട്ടുണ്ട്? ഏതൊക്കെയാണ്? പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി എന്നിവ നൽകിയിട്ടുണ്ട് അല്ലേ. ഈ പ്രകൃതിവാതകം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇതൊക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? പഴയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് വേർതിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അംശിക സേചനം വഴി വേർതിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? പെട്രോൾ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ, പെട്രോൾ കിട്ടും. അതുപോലെ തന്നെ എന്താണ് കിട്ടുന്നത്? ഡീസൽ കിട്ടും. പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ എന്താണ് ലഭിക്കുന്നത്? മണ്ണെണ്ണ ലഭിക്കുന്നുണ്ട് അല്ലേ, മണ്ണെണ്ണ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലഭിക്കുന്നത്? ക്രൂഡ് ഓയിലിൽ നിന്നും മണ്ണെണ്ണ, അതുപോലെ തന്നെ എൽ പി ജി ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്? നാഫ്ത എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നാഫ്ത എന്ന് പറയുന്നതും ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭിക്കുന്ന എന്തൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, നാഫ്ത എന്നിവയൊക്കെ ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ പറഞ്ഞത്? ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് അല്ലേ ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളാണ് പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുത്തവയാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, നാഫ്ത. ഇനി ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ. പലതരം ഇന്ധനങ്ങളെ പറ്റി മനസ്സിലാക്കി അവയിൽ ചിലത് നൽകിയിട്ടുണ്ട് അല്ലേ. ഇവ ഏതാണ്? ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിറക് എന്ന് പറയുന്നത് എന്താണ്? ഖരാവസ്ഥയിലാണ്. മണ്ണെണ്ണ ഏതവസ്ഥയിലാണ്? മണ്ണെണ്ണ ദ്രാവകാവസ്ഥയിലാണ്. ഡീസൽ എന്താണ്? ഡീസൽ ഏതവസ്ഥയിലാണ്? ദ്രാവകാവസ്ഥയിലാണ് അല്ലേ. ഡീസൽ എന്ന് പറയുന്നതും ദ്രാവകാവസ്ഥയിലാണ്. പെട്രോൾ ദ്രാവകാവസ്ഥയിലാണ്. ജെറ്റ് ഫ്യൂവലും ജെറ്റ് ഫ്യൂവലും ദ്രാവകമാണ്. നാഫ്ത എന്ന് പറയുന്നത് എന്താണ്? നാഫ്ത എന്ന് പറയുന്നതും ദ്രാവകമാണ്. കൽക്കരി നമുക്കറിയാം എന്താണ്? ഖരമാണ്. കൽക്കരി എന്ന് പറയുന്നത് ഖരമാണ്. ഇനി എന്താണ്? LPG എന്ന് പറയുന്നത് എന്താണ്? LPG എന്ന് പറയുന്നത് എന്താണ്? വാതകമാണ് അല്ലേ, LPG. അതുപോലെ തന്നെ എന്താണ്? CNG, അതുപോലെ തന്നെ പ്രകൃതിവാതകം, ഹൈഡ്രജൻ, പ്രകൃതിവാതകം, അതുപോലെ തന്നെ പ്രകൃതിവാതകം എന്നിവയൊക്കെ എന്താണ്? വാതകാവസ്ഥയിലാണ് അല്ലേ. LPG, CNG, ഹൈഡ്രജൻ, പ്രകൃതിവാതകമൊക്കെ വാതകാവസ്ഥയിലാണ്.
കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കി ആദ്യം തന്നെ കൽക്കരി തീവണ്ടിയായിരുന്നു, അതിനുശേഷം അത് ഡീസൽ തീവണ്ടിയായി, പിന്നീട് എന്തായി വൈദ്യുത തീവണ്ടിയായി മാറി അല്ലേ. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ പല കൽക്കരി ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു തീവണ്ടി ഓടിച്ചിരുന്നത്. പിന്നീട് അത് പെട്രോൾ ഡീസൽ അങ്ങനെ പോകാണ് അല്ലേ, ഡീസൽ വൈദ്യുതിയിലേക്ക് പോകാണ്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കത് സങ്കല്പിക്കാൻ പോലും ആവില്ല. എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട്. അപ്പോൾ വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയോ? എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കാം നമുക്ക്. നോക്കിയേ, ഇവിടെ നമുക്കൊരു ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട് അല്ലേ, 6:15 എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് നൽകിയിട്ടുണ്ട്. ഈ 6:15 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുക? എങ്ങനെയാണ് വൈദ്യുതി കിട്ടുന്നത്? കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നമുക്ക് നോക്കി ഇവിടെ നമുക്ക് കെട്ടി നിർത്തിയിട്ടുണ്ട് അല്ലേ വെള്ളം. അപ്പോൾ ഈ ജലം ഉപയോഗിച്ചിട്ടാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് നമ്മളിവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഈ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളിൽ നിന്നും വെള്ളം ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ടായിരിക്കും? ഒരു യന്ത്രം ഉണ്ടായിരിക്കും, അതായത് ടർബൈൻ ഉണ്ടായിരിക്കും. ഈ ടർബൈൻ എന്ന് പറയുന്നത് കറക്കാണ്ട്, ആ ടർബൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ടർബൈൻസ് കറക്കുമ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കും. അങ്ങനെ ജനറേറ്റർ പ്രവർത്തിച്ചിട്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഊർജ്ജ മാറ്റം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് കേട്ടോ. SCERT 9ാം ക്ലാസ്സിലെ പുതിയ SCERT പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ ക്ലാസ്സിൽ കാണാൻ, കാരണം അതിൻ്റെ ബേസിക് ആണ് ഇവിടെ പറയുന്നത്. അതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പ്രോബ്ലംസും വെച്ചിട്ട് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലായി അല്ലേ. ഇനി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് പറ്റും. നോക്കിയേ, ഓല പമ്പരം നൽകിയിട്ടുണ്ട്, കാറ്റാടിപ്പാട് നൽകിയിട്ടുണ്ട് അല്ലേ. കടലാസ് അല്ലെങ്കിൽ ഓല ഉപയോഗിച്ചൊരു പങ്ക് നിർമ്മിക്കും. അതിൽ നിന്ന് പങ്ക് കറങ്ങും. ഇങ്ങനെ പങ്കുമായി പുറത്തിറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ പങ്ക് കറങ്ങും. കാറ്റിനെ വസ്തുക്കളെ ചലിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അല്ലെങ്കിൽ വിൻഡ്മിൽ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് പറ്റും. കാറ്റിന് എന്താണ്? വസ്തുക്കളെ ചലിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അല്ലെങ്കിൽ വിൻഡ്മിൽ എന്ന് പറയുന്നത്. അതായത് വിൻഡ്മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ ടർബൈൻ കറങ്ങും. അതായത് നമ്മളിവിടെ വിൻഡ്മിൽ നൽകിയിരുന്നു അല്ലേ. ഈ വിൻഡ്മിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് കറങ്ങുമ്പോൾ അല്ലേ, ഇത് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ടർബൈൻ ഉണ്ടാവും. ഈ ടർബൈൻ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ജനറേറ്റർ പ്രവർത്തിക്കും. നമ്മൾ നേരത്തെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പറഞ്ഞ പോലെ തന്നെയാണ് കാറ്റാടി യന്ത്രം എന്ന് പറയുന്നത്. കേരളത്തിൽ എവിടെയൊക്കെയാണ്? കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉള്ളത്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കുക? എന്തുകൊണ്ടായിരിക്കും? ഈ പ്രദേശങ്ങളിലേക്ക് ശക്തമായ കാറ്റാണ് അല്ലേ. ഈ ശക്തമായ കാറ്റും അതുപോലെ തന്നെ സ്ഥിരതയുമുള്ളതായ കാറ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ നിലയ്ക്കാത്ത ഈ കാറ്റ് ഊർജ്ജ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ്. ഈ പ്രദേശങ്ങളിലെ മലനിരകളും തുറന്ന ഭൂപ്രകൃതിയും കാറ്റാടി പാടങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു അല്ലേ. സമുദ്രങ്ങളുടെയും നദികളിലൂടെയുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്ന പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ വളരെയധികം ഊർജ്ജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയുവാനാകും. മുന്നറിയിപ്പുകൾ അനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കുവാനും ആകും. അപ്പോൾ കാറ്റിന് ആദ്യം തന്നെ നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പണ്ട് കാലം മുതൽ തന്നെ ചെറിയ കാറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാത്രയ്ക്കൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു അല്ലേ. എന്നാൽ വലിയ കാറ്റുകൾ, കൊടുങ്കാറ്റുകളൊക്കെ നാശനഷ്ടത്തിന് കാരണമാകുന്നുണ്ട്. ഇനി സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്നുണ്ടോ? നോക്കിയേ, പുറത്തൊരു സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വെച്ച് കുറച്ചതിന് ശേഷം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടായിരിക്കില്ലേ. പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ നല്ല ചൂടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിൽ ഊർജ്ജം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? ഏതൊക്കെ രീതിയിലാണ്? വസ്ത്രങ്ങൾ ഉണക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് വിറക് ഉണക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്, ധാന്യങ്ങൾ ഉണക്കുക, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണക്കുക, മത്സ്യം, മാംസം, കളിമൺ പാത്രങ്ങൾ എന്നിവയൊക്കെ ഉണക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് സൂര്യപ്രകാശമാണ് അല്ലേ. സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും. സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററുകളും.
അപ്പോൾ സോളാർ കുക്കർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സോളാർ വാട്ടർ ഹീറ്ററും നൽകിയിട്ടുണ്ട്. സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററും നൽകിയിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന അതായത് ഇതൊക്കെ എന്താണ് സൗരോർജ്ജം ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളാണ് ഈ സോളാർ കുക്കർ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിൽ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയിട്ട് സോളാർ കുക്കറും സോളാർ ഹീറ്ററും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സോളാർ കാൽക്കുലേറ്റർ സോളാർ കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, അതുപോലെ തന്നെ ഇതെന്താണ് സോളാർ എമർജൻസി ലാമ്പ്. ഇവയൊക്കെ എന്താണ് സൂര്യപ്രകാശത്തിൻ്റെ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ഇവയ്ക്ക് പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്ന എവിടെയാണ് സൂര്യപ്രകാശമാണല്ലേ. ഇവയിലുള്ള സൗരോർജ്ജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് വൈദ്യുത വാഹനങ്ങൾ എന്ന് പറയുന്നത്? പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രത്യേകത എന്താണ്? മലിനീകരണം കുറവായിരിക്കും. അതുപോലെ തന്നെ മലിനീകരണം അതുപോലെ തന്നെ എന്താണ് ചെലവ് കുറവായിരിക്കും. മലിനീകരണം കുറവ്, അതുപോലെ തന്നെ ചെലവ് കുറവായിരിക്കും. മലിനീകരണം, ചെലവ് കുറവ്, അതുപോലെ തന്നെ എന്താണ് പരിപാലന ചെലവിലെ കുറവ്, ശബ്ദക്കുറവ്, അതുപോലെ തന്നെ സൗരോർജ്ജം ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യുവാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഈ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. അതിനു മുമ്പ് നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഏതെല്ലാം വിഭാഗത്തിലാണ് വൈദ്യുത വാഹനങ്ങളുള്ളത്? ഇലക്ട്രിക് കാർ ഉണ്ട്, ഇലക്ട്രിക് ബസ് ഉണ്ട്, ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉണ്ട്. ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അവ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുകയോ ഇല്ല അല്ലേ. അത് നമുക്ക് വീണ്ടും പുതുക്കാനായിട്ട് കഴിയും. അത് കാരണം പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. അവിടെ വായു മലിനീകരണം ഉണ്ടാകുന്നില്ല. പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണല്ലേ കൽക്കരി പോലെയുള്ള പ്രകൃതിവാതകങ്ങൾ, LPG ഒക്കെ നമ്മൾ എന്താണ് പറയുന്നത്? പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സ്. അതായത് നമുക്ക് തീരുന്നതിനനുസരിച്ച് ഫോസിൽ ഇന്ധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കഴിയും. എന്നാൽ സൂര്യപ്രകാശം, കാറ്റ്, തിരമാലയൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതനുസരിച്ച് കഴിയില്ല. അവർക്ക് നമുക്ക് പോയി ഉപയോഗിക്കാനായിട്ട് പറ്റുന്നവയാണ്. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത് പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലോ, പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. കൊച്ചി വിമാനത്താവളം പൂർണ്ണമായിട്ടും സൗരോർജ്ജം ഉപയോഗിക്കുന്ന വിമാനത്താവളമാണ്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ അന്താരാഷ്ട്രീയ വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി എന്താണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത് അല്ലേ. ബയോഗ്യാസ് എന്ന് വെച്ചാൽ നമുക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? മാലിന്യ നിർമ്മാർജ്ജനം, ഊർജ്ജോൽപാദനം, വളം ലഭ്യത, മലിനീകരണം കുറയ്ക്കുവാനായിട്ടൊക്കെ പറ്റില്ലേ. താഴെ നൽകിയിരിക്കുന്ന മാർഗ്ഗങ്ങളും ഊർജ്ജോൽപാദനത്തിനും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ. തിരമാലയിൽ നിന്നുള്ള ഊർജ്ജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഭൂതാപോർജ്ജം, അണുശക്തി എന്നിവയൊക്കെ എന്താണ് ഊർജ്ജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്ന രീതികളാണ്. ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ, അതുപോലെ തന്നെ തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ഭൂതാപോർജ്ജം, അണുശക്തി എന്നിവയൊക്കെ വ്യത്യസ്ത വഴികളാണ് അല്ലേ. ഇനി എന്താണ് ചൂടാറപ്പെട്ടി എന്ന് പറയുന്നത്? എന്താണ് ചൂടാറപ്പെട്ടി? പിക്ചർ നൽകിയിട്ടുണ്ടല്ലോ. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണ്. ഇന്ധന ഉപഭോഗം കുറയ്ക്കുവാനുള്ളൊരു മാർഗ്ഗം ഊർജ്ജനഷ്ടം തടയലാണ്.
ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനും പാതിവെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് എന്ത് ചൂടാറപ്പെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ധന ഉപഭോഗം കുറയ്ക്കുക എന്ന് പറയുന്നത് എന്താണ്? ഊർജ്ജ നഷ്ടം തടയലാണ് അല്ലേ. ഇന്ധന ഉപഭോഗം കുറയ്ക്കുക, അതായത് ഇപ്പോൾ എന്താ ഇന്ധന ഉപഭോഗം കുറയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പാതി വെന്ത ഭക്ഷണമൊക്കെ പൂർണ്ണമായിട്ട് വെന്ത് കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ചൂടാറപ്പെട്ടി എന്ന് പറയുന്നത്. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലഭിക്കുന്നത്. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തും അല്ലേ ഇവിടെ ഈ ഉപകരണത്തിൽ. ഇതുപോലെയുള്ള എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉള്ളത് ചൂടാറപ്പെട്ടി പോലെ? തെർമോ ഫ്ലാസ്ക്, അതുപോലെ തന്നെ റൈസ് കുക്കർ, കാസറോൾ എന്നിവയൊക്കെ ഈ ചൂടാറാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഉപകരണങ്ങളാണ് അല്ലേ. ഇനി ഭാവിയുടെ ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണ്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു നമ്മൾ പറഞ്ഞില്ലേ. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും, പുനഃസ്ഥാപിക്കുവാൻ കഴിയില്ല, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതും കൂടി ഉണ്ട് അല്ലേ. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതിന് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നുണ്ട്. ഈ പരിമിതികളില്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഈ സൂര്യപ്രകാശം, കാറ്റ്, തിരമാലയൊക്കെ. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? അതുപോലെ തന്നെ കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരുപോലെയാണോ? തിരമാലയുടെ കാര്യത്തിലോ? നമുക്കിതിൽ നിന്ന് മനസ്സിലായി ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയില്ല അല്ലേ. ഇവയിൽ നിന്ന് ഒരുപോലെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് കഴിയില്ല. ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. അപ്പോൾ ഈ ഹൈഡ്രജനും ജൈവ ഡീസലുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് കാര്യക്ഷമമായ ഊർജ്ജ സ്രോതസ്സാണ്. ഇന്ധന സെല്ലുകളിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ഉപോൽപ്പന്നമായിട്ട് ജലം മാത്രമേ ഉണ്ടാകുള്ളൂ. അതുപോലെ മലിനീകരണം ഉണ്ടാവില്ല. ഹൈഡ്രജൻ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അതൊക്കെ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. ഇനി ജൈവ ഡീസലോ? സസ്യങ്ങൾ, ആൽഗകൾ, കാർഷിക അവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവവസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ജൈവ ഡീസൽ എന്ന് പറയുന്നത്. പുനരുൽപ്പാദിപ്പിക്കുവാനായിട്ട് പറ്റുന്നതും കൂടിയാണ് ബയോഡീസൽ. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഹൈഡ്രജൻ, ജൈവ ഡീസൽ അല്ലെങ്കിൽ ബയോഡീസലൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ് അല്ലേ. താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കുക. എന്തടിസ്ഥാനത്തിലാണ് തരംതിരിച്ചതെന്ന് എഴുതുക. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. എന്താണ് പറയുന്നത്? പെട്രോൾ എന്ന് പറയുന്നത് എന്താണ്? പെട്രോൾ എന്ന് പറയുന്നത് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളുണ്ട്, പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളുണ്ട് അല്ലേ. അപ്പോൾ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് ഈ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, അതുപോലെ തന്നെ ജലവൈദ്യുതി എന്നിവയൊക്കെ എന്താണ്? പുനരുപയോഗിക്കാൻ കഴിയുന്നവയാണ്. പെട്രോളും കൽക്കരിയും ഡീസലൊന്നും പുനരുപയോഗിക്കാൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇനി ക്രൂഡ് ഓയിൽ നിന്നും എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. പെട്രോൾ കിട്ടും. അതുപോലെ തന്നെ എന്താണ്? ബിറ്റുമിൻ കിട്ടും. ബിറ്റുമിൻ, ഡീസൽ, ബിറ്റുമിൻ, ഡീസൽ, നാഫ്ത, അതുപോലെ എൽ പി ജി, മണ്ണെണ്ണ, പാരഫിൻ, അതുപോലെ തന്നെ എന്താണ്? ലൂബ്രിക്കൻ്റ് ഓയിൽ, പാരഫിൻ എന്നിവയൊക്കെ എന്താണ്? ഇതിൽ നിന്ന് ക്രൂഡ് ഓയിലിൽ നിന്നും ലഭിക്കുന്നവയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്തൊക്കെയാണ്? പെട്രോൾ, ബിറ്റുമിൻ, ഡീസൽ, നാഫ്ത, എൽ പി ജി, മണ്ണെണ്ണ, പാരഫിൻ, ലൂബ്രിക്കൻ്റ് എന്നിവയൊക്കെ ക്രൂഡ് ഓയിലിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.